ആഗോള അയ്യപ്പ സംഗമത്തിനായി പമ്പയിൽ നിർമ്മിക്കുന്ന പന്തലിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകും. 36,400 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് പൂർണ്ണമായും ശീതീകരിച്ച പന്തൽ ഒരുക്കുന്നത്. 3000 പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന പന്തലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. സ്റ്റേജിന് സമീപം VIP-കൾക്കായി പ്രത്യേക വിശ്രമ ഇടമുണ്ടാകും. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി VN വാസവൻ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പമ്പയിൽ വാർത്താ സമ്മേളനം നടത്തും. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രവീൺ, ഒരു ദിവസം കൂടിയുള്ളൂ, 19-നാണ് ആഗോള അയ്യപ്പ സംഗമം. ഒരുക്കങ്ങൾ ഏത് രീതിയിലാണ്? സജ്ജീകരണമൊക്കെ പൂർണ്ണമായി? ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പമ്പയിൽ പുരോഗമിക്കുകയാണ്. പമ്പ ത്രിവേണിയിൽ പമ്പാ നദീ തീരത്തോട് ചേർന്ന് കൂറ്റൻ പന്തലാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ദേവസ്വം ബോർഡുമൊപ്പം തന്നെ സർക്കാരുമൊക്കെ ഇതിന്റെ ഒരു ഒരുക്കത്തിൽ തന്നെയായിരുന്നു. പമ്പയിലേക്കുള്ള റോഡൊക്കെ അറ്റകുറ്റപ്പണി നടത്തി അത് സൗകര്യങ്ങൾ കൂട്ടിയിട്ടുണ്ട്. 3000-ഓളം പേർക്ക് ഇരിക്കാവുന്ന വലിയ പന്തലാണ് പമ്പയിൽ ഒരുക്കിയിട്ടുള്ളത്. പൂർണ്ണമായും ശീതീകരിച്ച പന്തലായിരിക്കുമെന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. 3000 പേർക്ക് അവിടെ രജിസ്ട്രേഷൻ നടത്താനുള്ള പ്രത്യേക സൗകര്യങ്ങൾ, ഒപ്പം തന്നെ VIP-കൾക്ക് ആ സ്റ്റേജിന്റെ പുറകിൽ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ എല്ലാ രീതിയിലും ഒരു കുറവും വരാത്ത രീതിയിലാണ് ആഗോള അയ്യപ്പ സംഗമത്തിനായിട്ടുള്ള പന്തലും ഒപ്പം തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമൊക്കെ ഒരുക്കുന്നത്. കൂറ്റൻ സ്റ്റേജിന് സമീപത്തായി തന്നെ, അല്ലെങ്കിൽ ആ പന്തലിന് സമീപത്തായി തന്നെ മറ്റ് ചെറിയ ഒരു പന്തൽ കൂടിയുണ്ട്. അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രത്യേക സ്റ്റാളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഹിൽ ടോപ്പിലാണ്. അവിടെ വാഹന പാർക്കിങ്ങിന് ഉൾപ്പെടെ വിപുലമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും 20-ന് ആഗോള അയ്യപ്പ സംഗമം തുടങ്ങുന്നതിന് മുമ്പായി തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. 100ഓളം തൊഴിലാളികളാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പന്തൽ നിർമ്മാണത്തിനായി ഏർപ്പെട്ടിരുന്നത്. ആദ്യഘട്ടത്തിൽ 25-ൽ താഴെ തൊഴിലാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവസാന ഘട്ടമായപ്പോഴേക്കും അത് 100ലേക്ക് എത്തി. അങ്ങനെ എല്ലാ രീതിയിലും ഒരു കുറവും വരാത്ത രീതിയിൽ ആഗോള അയ്യപ്പ സംഗമത്തിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പമ്പയിൽ പൂർത്തിയായിട്ടുണ്ട്. ശരി, 3000 പേർക്ക് ഇരിക്കാവുന്ന പന്തൽ മുഴുവനായും ശീതീകരിച്ച പന്തലാണ്. VIP-കൾക്കായി പ്രത്യേക വിശ്രമ ഇടമുണ്ട്. അങ്ങനെ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. മറ്റന്നാളാണ് 20-നാണ് ആഗോള അയ്യപ്പ സംഘം. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മന്ത്രി VN വാസവൻ മാധ്യമങ്ങളെ കാണുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കും.